കർണാടകയിലെ തുംഗഭദ്ര അണക്കെട്ട് അപകടാവസ്ഥയിലായതോടെ സുർക്കിയിൽ നിർമ്മിച്ച ഡാമുകളുടെ സുരക്ഷയും നിലനിൽപ്പും ചോദ്യം ചെയ്യപ്പെടുകയാണ്. മുല്ലപ്പെരിയാർ കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ സുർക്കി അണക്കെട്ടാണ് തുംഗഭദ്ര. കഴിഞ്ഞ 70 വർഷത്തിനിടയിൽ തുംഗഭദ്രയിലെ ആദ്യ അപകടമാണ് കഴിഞ്ഞ ദിവസമുണ്ടായത്. കർണാടകയിലെ കൊപ്പാൽ ജില്ലയിലാണ് പമ്പാസാഗർ എന്നറിയപ്പെടുന്ന തുംഗഭദ്ര അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ മുല്ലപ്പെരിയാർ ഡാമിന് ശേഷമുള്ള രണ്ടാമത്തെ വലിയ സുർക്കി അണക്കെട്ടാണ് തുംഗഭദ്ര. തുംഗഭദ്ര നദിക്ക് കുറുകെ 162 അടി ഉയരത്തിലും 8035 അടി നീളത്തിലും നിർമ്മിച്ച അണക്കെട്ടിന് ആകെ 35 ഗേറ്റുകളാണുള്ളത്. കർണാടക, ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങളിലെ കൃഷിയിടങ്ങൾ ആശ്രയിക്കുന്ന പ്രധാന ജലസംഭരണി കൂടിയാണ് തുംഗഭദ്ര. 1949 പഴയ ഹൈദരാബാദ് രാജ്യവും മദ്രാസ് പ്രസിഡൻസിയും ചേർന്ന് നിർമ്മാണം ആരംഭിച്ച് 1953 നിർമ്മാണം പൂർത്തിയാക്കി അണക്കെട്ട് കമ്മീഷൻ ചെയ്യുന്നത്. കാലാവസ്ഥയുടെയും പ്രകൃതിയുടെയും പരീക്ഷണത്തെ ചേർത്ത് 70 വർഷത്തിലേറെയായി നിലകൊള്ളുന്ന അണക്കെട്ടിൽ ശനിയാഴ്ച രാത്രി 11:10 19ാമത്തെ ഷട്ടറിന്റെ ചങ്ങല പൊട്ടിയത്. ചങ്ങല ഘടിപ്പിച്ചിരിക്കുന്ന ഗേറ്റിലെ ചെങ്കലുകൾ പൊട്ടുകയായിരുന്നു. പൊട്ടിയ ഗേറ്റിലൂടെ വൻതോതിൽ വെള്ളം പുറത്തേക്ക് വന്നതോടെ ഡാം തകരുന്നത് തടയാൻ എല്ലാ ഗേറ്റുകളും തുറന്നിരിക്കുകയാണ്. ഇതോടെ പ്രളയ മുന്നറിയിപ്പും സംസ്ഥാനത്തിന് നൽകിയിട്ടുണ്ട്. വയനാട് ഉരുൾപൊട്ടലിന് പിന്നാലെ മുല്ലപ്പെരിയാർ വീണ്ടും ചർച്ചാ വിഷയമായ പശ്ചാത്തലത്തിലാണ് തുംഗഭദ്ര അണക്കെട്ടിലെ അപകടം. മുല്ലപ്പെരിയാർ ഡാമിന്റെയും തുംഗഭദ്ര ഡാമിന്റെയും സമാനതകൾ തന്നെയാണ് ചർച്ചകൾക്ക് തുടക്കമിടുന്നത്. ഇടുക്കി തമിഴ്നാട് അതിർത്തിയിൽ പെരിയാർ നദിയിലായി 1887 മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചത്. സമുദ്രനിരപ്പിൽ നിന്ന് 881 മീറ്റർ ഉയരമുള്ള മുല്ലപ്പെരിയാർ ഡാമിന് 100 വർഷത്തിലധികം പഴക്കമുണ്ട്. സുർക്കിയിൽ നിർമ്മിച്ച ഡാമുകൾക്ക് ഉറപ്പ് കൂടുതലാണെന്ന് പറയുമ്പോഴും 2016 മഹാരാഷ്ട്രയിൽ സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച 88 വർഷം പഴക്കമുള്ള പാലം തകർന്നിരുന്നു. തുംഗഭദ്ര അപകടാവസ്ഥയിലായതോടെ സുർക്കിയിൽ നിർമ്മിച്ച ഡാമുകളുടെ സുരക്ഷയും നിലനിൽപ്പും ചോദ്യം ചെയ്യപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക് ജനം.